ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റമാണ് പുളിയിഞ്ചി. ഓണസദ്യക്ക് എന്നല്ല, ഏത് സദ്യക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. അതിനായിട്ട് 1/2 കപ്പ് ഇഞ്ചി എടുത്തിട്ട് ചോപ്പറിൽ വെച്ച് കുഞ്ഞു കുഞ്ഞേ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ബ്രൗൺ കളർ വരും വരെ മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് അങ്ങനെ കിടന്ന് ബ്രൗൺ കളർ ആയിക്കോളും. ഓണസദ്യക്ക് എന്നല്ല, ഏത് സദ്യക്കും നമുക്ക് ഈ പുളിയിഞ്ചി ഒരു മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ്. ഇനി ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പുളി, ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കണം. അതിലേക്ക് നല്ലതുപോലെ ചൂടായ വെള്ളം ഒഴിച്ച് വെക്കണം. അതൊന്ന് കുതിർന്ന് ആ പുളിയെല്ലാം ഒന്ന് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട്. ഇതിന് നല്ല പഴകിയ കറുത്ത പുളിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉള്ള ഫ്രഷായിട്ടിരിക്കുന്ന പുളിയെക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ പഴകി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുളിയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചിയെല്ലാം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ എണ്ണ ഊറ്റിയെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു, 3-4 വറ്റൽമുളക് ഇട്ടു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു. പൊടി ഐറ്റംസ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ചു. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി, എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോക്കിക്കേ, ഇനി ആ പുളിയെല്ലാം നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചൊഴിക്കാം. അതിൻ്റെ കരടോ മറ്റ് പുളിയുടെ തോടോ ഒന്നും വീഴാതെ അരിച്ചൊഴിച്ചു. ഇനി തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ തിളച്ചിങ്ങോട്ട് വരട്ടെ. ആ സമയത്ത് നമ്മൾ ബ്രൗൺ കളറിലാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഏറ്റവും മെയിൻ ഐറ്റമായ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ചിലരൊക്കെ ഈ ഇഞ്ചിയെ പൊടിച്ച് ഇതിനകത്ത് ചേർക്കാറുണ്ട്. ഇതിലും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ഇഞ്ചി ഇടയ്ക്ക് കടിക്കുമ്പോഴാണ്. ഇനി നമുക്ക് മധുരത്തിനായിട്ടുള്ള 1/2 കപ്പ് ശർക്കരയാണ് ഇതിൽ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1/4 കപ്പ് ശർക്കരയാണ് ചേർത്ത് ഇളക്കി എല്ലാം നോക്കിയപ്പോൾ മധുരം കുറവായതുകൊണ്ട് വീണ്ടും ഒരു 1/4 കപ്പ് ശർക്കരയും കൂടെ ചേർത്തപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പരുവത്തിനുള്ള മധുരം വന്നത്. കല്ലോ അഴുക്കോ എന്തെങ്കിലും ഉള്ള ശർക്കരയാണെങ്കിൽ അരിച്ചൊഴിക്കുക. ഇതൊന്നും ഇല്ലാത്ത ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ടാണ് ഡയറക്റ്റ് ഇട്ടത്. ഓരോരുത്തർക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് മധുരം ചേർക്കുക. തിളച്ച് പറ്റി ഒരു ജെല്ല് പരുവത്തിൽ ആയി വരണം. കാരണം ഇലയിൽ സദ്യക്ക് വിളമ്പുമ്പോൾ ഇത് ഒഴുകി പോകാൻ പാടില്ല, അവിടെ തന്നെ ഇരിക്കണം. ആ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കണം. ചില പ്രദേശത്തൊക്കെ ഇഞ്ചിക്കറി ഉണ്ടാക്കാറുണ്ട്. അതിന് മധുരം ചേർക്കാറില്ല, അതിന് എരിയാണ് മുഖ്യമായിട്ടുള്ളത്. ഇത് പുളിയിഞ്ചിക്ക് നമ്മൾ മധുരമാണ് ചേർക്കുന്നത്. ഇച്ചിരി ശർക്കരയുടെ വേണ്ടിയാണ് ഞാൻ 1/4 കപ്പ് ശർക്കരയോടെ ഇപ്പോൾ ചേർത്തു. അതായത് 2 കട്ട ശർക്കരയാണ് ഇതിന് വേണ്ടി വന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. തിളച്ച് ഇത് തന്നെ പറ്റി വന്നോളും. തന്നെ അത് നല്ല കുറുകി വരുന്ന പരുവത്തിൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്തായാലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓണം സദ്യക്കൊക്കെ മുമ്പേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഓണം ആകുമ്പോഴത്തേന് വേഗം എളുപ്പം ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം കുറുകി പറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.